നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മ പുരസ്കാരത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി ചില സംശയങ്ങൾ ഉയർത്തുന്നു. എന്നാൽ വിവാദങ്ങൾ വഴിതുറക്കാതെ VS അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബം തീരുമാനിച്ചതോടുകൂടി ചരിത്രം വഴിമാറുകയാണ്. CPM നേതാക്കളായ മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടും ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബസുവും ഉൾപ്പെടെ നിരസിച്ച പുരസ്കാരമാണ് VSന് അദ്ദേഹത്തിന്റെ മരണാനന്തര ബഹുമതിയായി ലഭിച്ചത്. VSന് ലഭിച്ച ബഹുമതിയിൽ പാർട്ടിയുടെ നിലപാട് എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും CPM നേതാക്കൾ പത്മ പുരസ്കാരങ്ങൾ തിരസ്കരിച്ചത് അവരുടെ വ്യക്തിപരമായ നിലപാടിന്റെ ഭാഗമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. VSന്റെ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. പിണറായി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരമല്ല പുരസ്കാരങ്ങൾ VSന് പ്രഖ്യാപിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സോഷ്യലിസ്റ്റ് നേതാക്കളായ കർപ്പൂരി ഠാക്കൂർ, ചൗധരി ചരൺ സിംഗ് തുടങ്ങിയവർക്ക് പുരസ്കാരം നൽകിയത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും ജാട്ട് OBC വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് എന്നായിരുന്നു ആരോപണം. 1980കളിൽ MG രാമചന്ദ്രൻ, അതായത് MGRന് പുരസ്കാരം നൽകിയത് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു എന്ന വിമർശനവും ഉയർന്നിരുന്നു. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പ്രധാനമന്ത്രിമാരായിരിക്കെ തന്നെ അവർക്ക് ഭാരതരത്ന ലഭിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന അന്ന് പ്രതിപക്ഷ വിമർശനവും ഉയർന്നിരുന്നു. ഭാരത് രത്ന ഏർപ്പെടുത്തിയപ്പോൾ മരണാനന്തര ബഹുമതിയായി നൽകാൻ നിയമമുണ്ടായിരുന്നില്ല. എന്നാൽ 1966 ബഹദൂർ ശാസ്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുകയും മരണാനന്തരമായി ഭാരത് രത്ന ലഭിക്കുന്ന ആദ്യ വ്യക്തിയായി അദ്ദേഹം മാറുകയും ചെയ്തു. പത്മ പുരസ്കാരങ്ങളും സാധാരണയായി മരണാനന്തരം നൽകുന്ന പദവി ഉണ്ടായിരുന്നില്ല. അർഹരായ വ്യക്തികൾ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു വർഷത്തിനിടെ അന്തരിച്ചതാണെങ്കിലും അവർക്ക് പുരസ്കാരം നൽകുന്ന കാര്യം പരിഗണിക്കാറുണ്ട്. പത്മ പുരസ്കാരങ്ങളുടെ ചട്ടപ്രകാരം 1955 മുതലാണ് പുരസ്കാരങ്ങൾ മരണാനന്തരം നൽകാനുള്ള വ്യവസ്ഥ ഔദ്യോഗികമായി തന്നെ ഉൾപ്പെടുത്തിയത്. BR അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയവർക്ക് മരണാനന്തര ബഹുമതി നൽകാൻ വൈകിയതിനെ BJP രാഷ്ട്രീയ ആയുധമാക്കാറുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള നേതാക്കളെ അവഗണിച്ചു എന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. സുഭാഷ് ചന്ദ്രബോസിനും 1992 മരണാനന്തര ഭാരത് രത്ന പ്രഖ്യാപിച്ചപ്പോൾ അത് വലിയ നിയമയുദ്ധത്തിന് കാരണമായി. അദ്ദേഹത്തിന്റെ മരണം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ മരണാനന്തര പുരസ്കാരം നൽകുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതാണ് എന്ന് കുടുംബം വാദിക്കുകയും ഒടുവിൽ പുരസ്കാരം പിൻവലിക്കുകയും ചെയ്തു. 1992 അന്നത്തെ PV നരസിംഹറാവു സർക്കാർ EMSന് പത്മവിഭൂഷൺ നൽകാൻ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു. പൊതുപ്രവർത്തനത്തിനും സർക്കാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് തന്റെ നയങ്ങൾക്ക് ചേർന്നതല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ 2022 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചു. തനിക്ക് ഇത്തരമൊരു പുരസ്കാരം നൽകുന്നതിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെങ്കിലും ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന താൻ പുരസ്കാരങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ബംഗാൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവും 2008 ഭാരതരത്ന പുരസ്കാരം നൽകാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തടഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ പുരസ്കാരമെന്നുമായിരുന്നു അന്ന് സ്വീകരിച്ച നിലപാട്. ലോക്സഭാ മുൻ സ്പീക്കറും CPM നേതാവുമായിരുന്ന സോമനാഥ് ചാറ്റർജി പാർട്ടിയുമായി വഴിതെറ്റിയതിന് പിന്നാലെ 2009-10 കാലഘട്ടത്തിൽ UPA സർക്കാർ അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സോമനാഥ് ചാറ്റർജി അതിന് വഴങ്ങിയില്ല. നരേന്ദ്രമോദി സർക്കാർ കോൺഗ്രസ് വിടുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു നിൽക്കുകയോ ചെയ്ത പല പ്രമുഖ നേതാക്കൾക്കും പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിരുന്ന SM കൃഷ്ണ ദശാബ്ദങ്ങൾ നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് 2017 BJPയിൽ ചേർന്നത്. അദ്ദേഹത്തിന് 2023 പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. കോൺഗ്രസിലെ മുതിർന്ന നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഗുലാം നബി ആസാദിന് 2022 പത്മഭൂഷൺ ലഭിച്ചു. പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി കൂടുതൽ അകലുകയും പിന്നീട് പാർട്ടി വിട്ട് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന പ്രണബ് മുഖർജി രാഷ്ട്രപതിയായ ശേഷം സജീവ രാഷ്ട്രീയം വിട്ടിരുന്നു.
2019 അദ്ദേഹത്തിന് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹ റാവുവിനെ കോൺഗ്രസ് വേണ്ടവിധം പരിഗണിച്ചില്ല എന്ന ആക്ഷേപം നിലനിൽക്കെ 2024 മോദി സർക്കാർ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി. അസം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന തരുൺ ഗൊഗോയിക്ക് 2021 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി ആദരിച്ചു. മുൻ ലോക്സഭാ സ്പീക്കറും കോൺഗ്രസ് മുൻ നേതാവുമായിരുന്ന PA സാങ്മക് NPP പാർട്ടിയിൽ അദ്ദേഹത്തിന് 2017 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം ആരംഭിക്കും മുൻപ് 2017 ശരത് പവാറിനും കിട്ടി പത്മഭൂഷൺ. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന സന്തോഷ് മോഹൻ ദേവിനും 2018 മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകിയിരുന്നു. എന്നാൽ VSന് പുരസ്കാരം നൽകിയതിൽ ഒരു രാഷ്ട്രീയ നേട്ടം പാർട്ടിയിൽ കാണുന്നില്ല. കേരളത്തിൽ VSന് അവാർഡ് നൽകിയതിന്റെ പേരിൽ CPM വോട്ടുകൾ BJPക്ക് ലഭിക്കുകയില്ല. പിണറായിക്ക് എക്കാലവും എതിർപ്പുള്ള നേതാവാണ് VS. എന്നാൽ കൂടിയാലോചനകൾക്ക് മുമ്പ് തന്നെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയതിനെ സ്വാഗതം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി അതിനെ സ്വാഗതം ചെയ്തിരുന്നു. അംഗീകാരത്തിൽ കുടുംബത്തിനൊപ്പം പാർട്ടിക്കും സന്തോഷമുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. മുൻപ് പാർട്ടി നേതാക്കന്മാർ അവരവരുടേതായ നിലപാട് അനുസരിച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ VS അച്യുതാനന്ദനില്ല. VSന്റെ കുടുംബം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം അതിന് സന്തോഷമാണ്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും MV ഗോവിന്ദൻ പറയുന്നു. സ്വാതന്ത്ര്യ സമരകാലം മുതൽ ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന ആദരവാണ് പുരസ്കാരമെന്നാണ് VSന്റെ കുടുംബം പ്രതികരിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി, കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ്, CPMന്റെ സമീപകാല നേതാക്കളിൽ ഏറ്റവും ജനകീയൻ, കഴിഞ്ഞ വർഷം വിട പറഞ്ഞ VS അച്യുതാനന്ദന് രാഷ്ട്രീയ കേരളം നൽകിയ യാത്രാമൊഴി അതിന് തെളിവാണ്. 1923 ഒക്ടോബർ 20 ജനിച്ച അദ്ദേഹം 17-ാം വയസ്സിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായത്. പുന്നപ്ര വയലാർ സമരത്തിലടക്കം പലപ്പോഴായി 5.5 വർഷം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അദ്ദേഹം അടക്കമുള്ള 32 പേർ ചേർന്ന് CPMന് രൂപം നൽകി. 1965 നിയമസഭയിലേക്കുള്ള കന്നി മത്സരത്തിൽ അമ്പലപ്പുഴയിൽ തോറ്റു. 1967 ജൂലൈ 18 വിവാഹിതനായി. അതേ വർഷം അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. 80 ജനുവരിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയായി. 91 ഡിസംബർ വരെ 3 തവണ സെക്രട്ടറി പദം വഹിച്ചു. 1985 CPM പോളിറ്റ് ബ്യൂറോ അംഗമായി. 92 പ്രതിപക്ഷ നേതാവ്. പിന്നീട് 2001 11 ഇതേ സംസ്ഥാനം വഹിച്ചു. ഇതേ സംസ്ഥാനം വഹിക്കുമ്പോൾ 2006 മെയിൽ മുഖ്യമന്ത്രി. 2007 മൂന്നാർ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ നേതൃത്വം നൽകി. അങ്ങനെ രാഷ്ട്രീയ കേരളം കണ്ട വീരശൂര നേട്ടങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ തേരോട്ടവും ഒക്കെയായിരുന്നു. മലപ്പുറം സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ നിശിത വിമർശനമാണ് പിണറായി നേരിട്ടതെന്ന് പുസ്തകത്തിൽ പറയുന്നു.